ജി സുധാകരൻ്റെ സഹോദരൻ മധുസൂദനൻ നായരാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം താമസിക്കുന്നത് ചാരുമൂട്ടിലാണ്. ഇപ്പോൾ ഇന്നലെ അങ്ങ് സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണും. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ സഹോദരൻ രക്തസാക്ഷിത്വം വഹിച്ച ഭുവനേശ്വരൻ, അദ്ദേഹത്തെപ്പറ്റി ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ജി സുധാകരൻ പറഞ്ഞിരുന്നു. പന്തളം NSS കോളേജിൽ അദ്ദേഹം SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. KSUവിൻ്റെ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പക്ഷേ പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല. പാർട്ടിയുടെ ഭാഗത്തു നിന്നും പിന്നീട് നിയമപരമായിട്ടുള്ള സഹായങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. അങ്ങ് ആ കാലഘട്ടം ഓർക്കുന്നുണ്ടോ? ഓർത്തെടുക്കാമോ? അവനവന് വേണ്ടി അല്ലാതെ രക്തം ചിന്തുന്നവരാണല്ലോ രക്തസാക്ഷികൾ. ഇപ്പോൾ ഭുവനേശ്വരനെ സംബന്ധിച്ചായാലും ഭുവനേശ്വരനോടായാലും ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി കുടുംബത്തോടായാലും ഏതാണ്ട് 90കൾ മുതൽ അല്പം വിഭാഗീയത ചാരുമൂട്ടിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് 90കൾ മുതലാണ്. 90കൾക്ക് മുൻപ് വളരെ നല്ല രീതിയിലുള്ള ഇടപെടലും ഒക്കെ ആയിരുന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്നും, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 2017 ഒരു ഗവൺമെൻറ് കാർഷിക പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻകൈയിൽ നടത്തിയിരുന്ന ഒരു പ്രോജക്റ്റിന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചപ്പോൾ അത് നിർവാഹമില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാർട്ടി മെമ്പറായിരുന്ന എനിക്കെതിരെ അധിക്ഷേപത്തിൻ്റെ രീതി തുടരുന്നു എന്ന് തോന്നിയപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ 2017. പിന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം, പൊതു പണമെന്ന് പറയുന്നത് വളരെ വിശുദ്ധമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജി സുധാകരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു ഭരണാധികാരി എന്ന് എവരും പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പ്രത്യേകിച്ചും അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം. ഒരു മന്ത്രി എന്ന നിലയിലൊക്കെ ജി സുധാകരന് അങ്ങനെ ഒരു പേര് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പാർട്ടി വിട്ടു പോകാൻ എന്താണ് കാരണമെന്നാണ് അങ്ങേക്ക് വ്യക്തിപരമായി തോന്നുന്നത്? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആളല്ല, ഞാൻ അതിന് തയ്യാറാകുന്നില്ല. പക്ഷേ ഔദ്യോഗികമായും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള അച്ചടക്കത്തിൽ ഇത്ര മികവ് പുലർത്തുന്ന ഒരു ഭരണാധികാരി അപൂർവമാണ്. അത് ഒരു ജീവിത പശ്ചാത്തലവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനൊക്കെ. ഞങ്ങളൊക്കെ പൊതുജീവിതത്തിൽ വളരെയധികം കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നും സാമ്പത്തിക കാര്യങ്ങളിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണമെന്നുള്ളത് വളരെ ഒരു നല്ല ജീവിത മൂല്യമായി കരുതിയിട്ടുള്ള ആളുകളാണ്. ഭുവനേശ്വരൻ രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷം ജി സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആ രക്തസാക്ഷിത്വം അതിന് ഒരു പ്രാധാന്യമുണ്ടായിരുന്നു, ഒരു ഘടകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? നല്ല ചോദ്യമാണല്ലോ. ഒരു രക്തസാക്ഷിയുടെ സഹോദരന് രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടാകുക അത് സ്വാഭാവികമാണല്ലോ. അത് പ്രത്യേകിച്ച് അടിച്ച് ആരെങ്കിലും കരുതി കൂട്ടി ചാർത്തിക്കൊടുക്കേണ്ട ഒരു വസ്തുതയല്ല. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളാണത്. ഞങ്ങളുടെ രക്തസാക്ഷി കുടുംബം എന്ന് പറയുന്നത് രക്തസാക്ഷി പണമൊന്നും കൈപ്പറ്റാത്ത ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആ വക കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം ജീവിതത്തിൽ തൻ്റെ നല്ല കാലം, ഇപ്പോൾ ഇത്ര പ്രായമായ സമയത്ത് വരെ പൊതുരംഗത്താണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക രംഗത്തിലാകട്ടെ മറ്റു രീതിയിലാകട്ടെ യാതൊരു രീതിയിലുള്ള സ്വാധീനവും ഞങ്ങളാരും പുലർത്തിയിരുന്നില്ല, അതിലിടപെടുകയോ ഒന്നുമേ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലോ സാമ്പത്തികമായോ അല്ലാതെയുള്ള പ്രയോജനവും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോ ആർക്കും തന്നെ അങ്ങനെ അത് പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അത്ര സംശുദ്ധമായ രീതിയിൽ കുടുംബത്തെ പൊതുവേദിയിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അത് ശ്ലാഘനീയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് ഇപ്പോൾ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇനി ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ജി സുധാകരൻ്റെ? രാഷ്ട്രീയ ഭാവിയൊന്നും പ്രവചിപ്പിക്കാനുള്ള ഒരു ആളല്ല ഞാൻ. എന്നോട് ആകെ ചോദ്യം വേണ്ടതാണ്. ഏതായാലും ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത് സംശുദ്ധമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ്, അത് രാഷ്ട്രീയ ജീവിതം. ഒപ്പം തന്നെ ഭരണാധികാരി എന്നുള്ള നിലയിൽ കൂടി സംശുദ്ധമായിട്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു തൻ്റെ സഹോദരൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഭുവനേശ്വരൻ അവരുടെ ജി സുധാകരൻ്റെയും ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെയും സഹോദരനായിട്ടുള്ള
ഭുവനേശ്വരൻ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം, ആ രക്തസാക്ഷിത്വം വന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തികം പോലും പാർട്ടിയിൽ നിന്നും തങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, അത് അക്കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.